എല്ലാവർക്കും നമസ്കാരം. ഇന്ന് IFPHന്റെ തുടർന്ന് വരുന്ന വെബ് പരമ്പരയുടെ 1656 ദിവസം. ഇന്നത്തെ മലയാളം സെഷനിൽ നമുക്ക് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി സൂം പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുള്ള എല്ലാ ബഹുമാന്യരായ ഡോക്ടേഴ്സിനെയും ഹോമിയോപ്പതി സ്നേഹികളെയും സ്റ്റുഡൻസിനെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ സെഷൻ ആരംഭിക്കുന്നതിന് മുമ്പായി ഒരു നിമിഷം ഈശ്വരപ്പം. നന്ദി. ഇന്നത്തെ ക്ലാസ് മലയാളം സെഷനിൽ നമുക്ക് ക്ലാസ് എടുക്കുവാനായി എത്തുന്നത് ഡോക്ടർ PY സജിമോൻ ആണ്. ട്യൂമർ മാർക്കറുകളും അവയുടെ സവിശേഷതകളും അല്ലെങ്കിൽ അത് ക്യാൻസർ ട്രീറ്റ്മെന്റിനെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിന്റെ വിഷയം. ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി ഡോക്ടർ സജിമോൻ നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. നിങ്ങളെ എല്ലാവരുടെയും അനുഭവത്തോടു കൂടി ഡോക്ടറെ ഇന്നത്തെ ക്ലാസ്സിന് വേണ്ടി ക്ഷണിക്കുന്നു. ഡോക്ടറെ ക്ലാസ് കൊടുക്കും. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ പ്രത്യേകമായ ചർച്ചാ ക്ലാസ് എന്ന് പറയുന്നത് ട്യൂമർ മാർക്കറിനെ പറ്റിയുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ചികിത്സാ രംഗത്ത് എല്ലാ ഡോക്ടർമാർക്കും സുപരിചിതമായ ഒരു കാര്യമാണ് ട്യൂമർ മാർക്കറുകൾ. നമ്മുടെ പ്രാക്ടീസ് ലെവലുകളിലും എല്ലാവർക്കും വളരെ അധിഷ്ഠിതമായിട്ട് തന്നെ ട്യൂമർ മാർക്കർ കുറയ്ക്കുക, അല്ലെ അതിനെ അളവുകോലായിട്ട് നമ്മൾ കൂടുതൽ ഫോളോ അപ്പ് ചെയ്തതിന് ശേഷം ചികിത്സ നൽകുക. എല്ലാ ഡോക്ടർമാർക്കും അതിനൊരു സുപരിചിതത്വം ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇത് പ്രത്യേകമായിട്ട് ക്യാൻസർ ടോപ്പിക്കുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലളിതമായ ഒരു ടോപ്പിക് തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കും. ക്യാൻസർ രോഗനിർണയ മാർഗങ്ങളിൽ വളരെ പ്രതീക്ഷകളും സാധ്യതകളും നൽകുന്ന ഒരു പരിശോധനയാണ് ട്യൂമർ മാർക്കർ. റേഡിയോ ഡയഗ്നോസിസ്, പതോളജി, ബയോപ്സി എന്നിവയോടൊപ്പം വളരെ സാധാരണയായി ട്യൂമർ മാർക്കർ പരിശോധന ക്ലിനിക്കൽ ഓങ്കോളജിയിൽ വളരെയധികം സുപരിചിതമാണ്. എന്നിരുന്നാലും ട്യൂമർ മാർക്കറിനെ മാത്രം ആശ്രയിച്ച് ക്യാൻസർ ചികിത്സ നൽകാൻ നമുക്ക് സാധിക്കുകയില്ല. കാരണം ട്യൂമർ മാർക്കർ ക്യാൻസർ രോഗബാധ അല്ലാതെ തന്നെ ശരീരത്തിലെ പല മാറ്റങ്ങൾ കൊണ്ട് ട്യൂമർ മാർക്കർ കൂടുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്നിരുന്നാലും ട്യൂമർ മാർക്കർ ഹോമിയോപ്പതി ചികിത്സയെ കൂട്ടുള്ള വളരെ ലളിതവും ആശാവഹവുമായ ചികിത്സാ രീതിയിൽ ക്യാൻസർ ചികിത്സയിൽ വളരെ പ്രധാനപ്പെട്ട സഹായകരമായ രോഗനിർണയ മാർഗമാണ് ഈ ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത്. കാരണം വളരെ ലളിതവും വളരെ ചെലവ് കുറഞ്ഞതുമായ ഒരു രോഗനിർണയത്തിലൂടെ ക്യാൻസർ പോലുള്ള ഒരു വളരെ സങ്കീർണമായ അവസ്ഥയെ ഒരു പരിധിവരെ മനസ്സിലാക്കാനും ഒരു പരിധിവരെ അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനും കാര്യങ്ങളുടെ പുരോഗതിയെ ആശ്രയിച്ച് അത് വിവരിച്ചു കൊടുക്കാനും ഒക്കെ നമുക്ക് ട്യൂമർ മാർക്കർ സഹായകരമാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചുരുക്കി പറഞ്ഞാൽ ക്യാൻസറിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്ന ഒരു പദാർത്ഥം എന്ന് വേണമെങ്കിൽ ട്യൂമർ മാർക്കറിനെ പറയാം. ക്യാൻസറിന്റെ സാന്നിധ്യമോ ക്യാൻസറിന്റെ സ്വഭാവം സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ബയോമാർക്കർ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ വിശേഷിപ്പിക്കാവുന്നതാണ്. ശരീരസ്രവങ്ങളായ സിറത്തിലൂടെയും അത് ടിഷ്യൂസിലും ട്യൂമർ മാർക്കർ കാണുന്നു. സാധാരണ കോശങ്ങളെക്കാൾ ഉയർന്ന അളവിൽ ക്യാൻസർ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന തന്മാത്രയാണ് ട്യൂമർ മാർക്കർ എന്ന് വേണമെങ്കിൽ ഒരു ഡിക്ഷണറി മീനിങ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അങ്ങനെ ഒട്ടനവധി ഡിസ്ക്രിപ്ഷൻ ട്യൂമർ മാർക്കറിനെ പറ്റി നമുക്ക് ഒരു ഡെഫിനിഷനായിട്ട് പറയാൻ സാധിക്കുന്നതാണ്. ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു സെൽ സർഫസ് ആന്റിജൻ, അതുപോലെ സൈറ്റോപ്ലാസ്റ്റിക് പ്രോട്ടീൻസ്, അത് എൻസൈമുകളാകാം, ഹോർമോൺസിൻ്റെ ആകാം,
ഓങ്കോ ഫൈറ്റൽ ആൻറ്റിജൻസ് ആകാം, അതുപോലെ റെസിപ്റ്റേഴ്സ് ആകാം, അതുപോലെ ഓൺകോജിൻസ് എന്നിവയുടെ ഒരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ട്യൂമർ മാർക്കർ കണ്ടെത്തിയിട്ടുള്ളത് കാണുന്നത്. എന്നിരുന്നാലും നമ്മുടെ പ്രാക്ടീസ് ലെവലിൽ ഐഡിയൽ ട്യൂമർ മാർക്കുകളെ പറ്റിയ കൂടുതലും ഒരു ജനറൽ പ്രാക്ടീസ് ലെവലിൽ നമ്മൾ കൂടുതലായി കൈകാര്യം ചെയ്യുന്നുള്ളതാണ് വസ്തുത. ട്യൂമർ മാർക്കർ പലപ്പോഴും ഒരു തരത്തിലുള്ള ട്യൂമറിനെ മാത്രമേ കാണാൻ സാധിക്കൂ. അതുപോലെ തന്നെ ട്യൂമർ മാർക്കർ പിന്നെ അതിൻ്റെ ഒരു ഉപയോഗങ്ങൾ എന്ന് പറയുന്നത് ക്യാൻസർ രോഗനിർണയത്തിനും മാത്രമല്ല, അതുപോലെ ചികിത്സാ ഘട്ടത്തിലും ചികിത്സയോട് രോഗി പ്രതികരിക്കുന്നത് മനസ്സിലാക്കാനും, അതുപോലെ രോഗം തിരിച്ചു ഇതിനെപ്പറ്റി മനസ്സിലാക്കാനും ഒക്കെ ഇത് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, പല ഘട്ടങ്ങളിലും ട്യൂമർ മാർക്കർ ശരീരാവസ്ഥ ക്യാൻസർ അല്ലാതെ തന്നെ കാണപ്പെടുന്നുണ്ട്. അത് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മളത് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ അവസരത്തിൽ എനിക്ക് പറയാൻ ഉള്ളത്. അപ്പൊ ചുരുക്കത്തിൽ ട്യൂമർ മാർക്കർ നമ്മളെ ഇന്ന് ആധുനിക യുഗത്തില് വളരെയധികം ഏതൊക്കെ ട്യൂമർ മാർക്കർ സാധാരണ ഒരു ജനറൽ പ്രാക്ടീസ് കൈകാര്യം ചെയ്യുന്നു, അത് ഏകദേശം ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഐഡിയൽ ട്യൂമർ മാർക്കർ എന്നാണ് അതിന് പറയുന്നത്. അത് പലപ്പോഴും എല്ലാ ഡോക്ടർമാർക്കും അത് ഒട്ടനവധി കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാൻ സാധിക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ നോർമൽ വാല്യൂസ്, അതിൻ്റെ ഉപയോഗങ്ങൾ, അത് ഏതെല്ലാം ക്യാൻസറുകളുടെ ട്യൂമർ മാർക്ക്, അതൊക്കെ ഒരു ജനറൽ പ്രാക്ടീഷണർമാരായ നിലയ്ക്ക് എല്ലാ ഡോക്ടർമാർക്കും മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതുപോലെ തന്നെ ഞാൻ ഈ ക്ലാസ്സിൽ നമുക്ക് അതിൻ്റെ ഒരു വസ്തുതാപരമായിട്ട് പറയേണ്ടത്, ഹോമിയോപ്പതിയിൽ ട്യൂമർ മാർക്കറിലെ ഒരു സ്വാധീനത, എൻ്റെ ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ അവസരത്തിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എന്നിരുന്നാലും നമ്മൾ ആദ്യം തന്നെ ഐഡിയൽ ട്യൂമർ മാർക്കറുകൾ ഏതൊക്കെയാണെന്ന പേര് മാത്രം ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൽഫ ഫൈറ്റോപ്രോട്ടീൻ, AFP എന്ന് പറയും. അത് കൂടുതലും ലിവർ, അതുപോലെ സ്ക്രോട്ടൽ, ജേം സെൽ ട്യൂമേഴ്സിനെയാണ് അത് കൂടുതലും പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ കൂടുതലും പ്രാക്ടീസ് ലെവലിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. AFP എന്നാണ് അത് പറയുന്നത്. അതുപോലെ BCL2 എപ്പോഴും ഒരു ബോൺ മാരോ ആസ്പിറേഷനിൽ കൂടെ ബ്ലഡിലോ പലപ്പോഴും BCL2 ജീൻ വഴിയാണ് ലുക്കീമിയയും ലിംഫോമായും പ്രാഥമികമായിട്ട് തന്നെ നമ്മളെ കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു ക്ലിനിക്കൽ ട്രയൽ. അതുപോലെ BRCA1, BRCA2 അത് ജീൻ മ്യൂട്ടേഷൻ ഐഡിയൽ ട്യൂമർ മാർക്കറാണ്. അത് കൂടുതലും ബ്ലഡിലും സലൈവ സാമ്പിളിൽ കൂടെ എടുക്കുന്നു. അത് കൂടുതലും ബ്രസ്റ്റ് ക്യാൻസറിനാണ് ഐഡന്റിഫൈ, അതുപോലെ ജീൻ മ്യൂട്ടേഷൻ ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നു. പലപ്പോഴും 60% BRCA1, BRCA2 ലെവലിൽ 60% ഉയർന്ന നിലവാരം ആണെങ്കിൽ അതൊരു ജനറ്റിക്കൽ പ്രിഡിസ്പോസ്ഡ് ആയിട്ടുള്ള പിന്നെ ബ്രസ്റ്റ് ക്യാൻസർ ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ അത് പാൻക്രിയാറ്റിക് ക്യാൻസറിനും അതൊരു പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും ഈ ജീൻ മ്യൂട്ടേഷൻ ലെവലിൽ ഇത് പിന്നെ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കാർസിനോം ആന്റിജൻ 19-9 അത് പലപ്പോഴും പാൻക്രിയാസ്, ഗാൾ ബ്ലാഡർ, സ്റ്റൊമക്ക്, കോളോറക്ടൽ ക്യാൻസർ, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റിനൽ ക്യാൻസർ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ ഏറ്റവും തന്ത്രപ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഐഡിയൽ ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് CEA ആണ്, കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ. എല്ലാവർക്കും സുപരിചിതമായ ഒരു ഐഡിയൽ ട്യൂമർ മാർക്കറാണ് CEA. അത് വളരെ വിശാലമായ ഒരു ഐഡന്റിഫിക്കേഷൻ ലെവല്. പലപ്പോഴും സർക്കാരിന്റെ പ്രോട്ടോകോളിൽ പോലും ഈ ഐഡന്റിഫൈഡ് ട്യൂമർ മാർക്കറാണ് കൂടുതലും റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ബ്രസ്റ്റ്, ബ്ലാഡർ, ലങ്സ്, ഓവറി, ഇങ്ങനെ നിരവധി പിന്നെ അവയവങ്ങളെ ബാധിച്ച കോളോറക്ടൽ ക്യാൻസർ, ഇതങ്ങനെ നിരവധി ശരീരത്തിലെ ഏതെല്ലാം അവയവങ്ങൾ ബാധിക്കുന്നതെല്ലാം ഒരു സ്വാധീനത ചെലുത്തുന്ന ഒരു ട്യൂമർ മാർക്കറാണ് കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ.
അതുപോലെ തന്നെ LDH, ലാക്ടോ ഡീഹൈഡ്രോജനേസ്, അത് ബ്ലാസ്റ്റോമ, ജേം സെൽ ട്യൂമർ എന്നീ ഐഡന്റിഫൈ ചെയ്യുന്ന ഇത് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് സുപരിചിതമായ ഒരു ട്യൂമർ മാർക്കറാണ് PSA, പ്രോസ്റ്റാറ്റിക് സ്പെസിഫിൻ ആന്റിജൻ. അതുപോലെ ഒരു റിക്കറൻറ്റ് സ്റ്റേജിൽ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ട്യൂമർ മാർക്കറാണ് CA1523. അതുപോലെ തന്നെ CA27 to 29. അതുപോലെ തന്നെ CA125, ഫലോപ്പിയൻ ട്യൂബ്, ലങ് ക്യാൻസറുകള്, ബ്രസ്റ്റ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റിനൽ ക്യാൻസർ എന്നിവ ഐഡന്റിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്ന ട്യൂമർ മാർക്കറുകളാണ്. അതുപോലെ തന്നെ കാൽസിറ്റോണിൽ ഇപ്പം മെഡില്ലറി തൈറോയിഡ് ക്യാൻസറിന് നമ്മൾ ഏറ്റവും കൂടുതൽ അതിൻ്റെ ടൈറ്ററാണ് നോക്കുന്നത്. അതിൻ്റെ പ്രോഗ്രസ്സും അതിൻ്റെ പ്രൊഗ്നോസിസ്, അതിൻ്റെ ക്യൂറബിലിറ്റി എല്ലാം നോക്കുന്ന കാൽസിറ്റോണിനാണ്. അതുപോലെ കാൽറെറ്റിനിൻ എന്ന് പറയുന്ന ഒരു സാധാരണ ഒരു ട്യൂമർ മാർക്കറുണ്ട്. അത് പലപ്പോഴും ബ്രെയിൻ ട്യൂമറിനെ അഫക്റ്റ് ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ തൈറോഗ്ലോബുലിൻ, ഫെമിലിയർ ആയിട്ട് തന്നെ നമ്മുടെ തൈറോയിഡ് ക്യാൻസർ, പ്രത്യേകിച്ച് പോസ്റ്റ് സർജിക്കൽ തൈറോയിഡക്ടമിക്ക് ശേഷം വരുന്ന മെഡില്ലറി കാർസിനോമ, ഇതിനെല്ലാം ഉപയോഗിക്കുന്ന TG അല്ലെ തൈറോഗ്ലോബുലിനാണ്. അതുപോലെ നമ്മളെ കൂടുതൽ തൈറോയിഡ് ട്രാൻസ്ക്രിപ്ഷൻ, അത് തൈറോയിഡ് ക്യാൻസർ, ലങ് ക്യാൻസർ എന്നിവയുടെ ടൈറ്ററിനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അങ്ങനെ അതായിപ്പോയി, പ്രശ്നമുണ്ടോ കേൾക്കാമോ? കേൾക്കാം. ഇങ്ങനെ നമ്മൾ വളരെ കൃത്യതയോടുകൂടി വളരെ ടേബിൾ ഒത്തിരി പറയാൻ സാധിക്കുന്ന ഒരു ട്യൂമർ മാർക്കർ ഇന്ന് ഫെമിലിയർ ആണ്. എന്നാലും നമ്മളുടെ ഒരു കൺസെപ്റ്റിൽ ഇത് മൊത്തം ഒന്നും നമ്മുടെ ഒരു ജനറൽ പ്രാക്ടീസിൽ നമ്മൾ അവലംബിക്കാറില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാലും ഒരു ക്ലിനിക്കൽ ഓങ്കോളജിയിൽ ഇത് വളരെയധികം ഇത്തരം ട്യൂമർ മാർക്കറുകൾ വളരെ അറിഞ്ഞിരിക്കേണ്ടതും വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സ്ക്രീൻ ചെയ്യുകയും അതിനെ ഇന്റർപ്രറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അതിനെ നമ്മൾ മനസ്സിലാക്കി രോഗികൾക്ക് ഒരു നല്ല രീതിയിലുള്ള ഒരു അഡ്വൈസ് കൊടുക്കാനും നമ്മളെ ഒരു ചെലവ് കുറഞ്ഞ ഒരു നല്ല രീതിയിലുള്ള ചികിത്സ നൽകാനും ഒക്കെ ഈ ട്യൂമർ മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. അപ്പം ട്യൂമർ മാർക്കറിനെ പറ്റി നമുക്കൊരു ഐഡിയ എല്ലാവർക്കും ഉണ്ട് എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ ഒരു ടോപ്പിക്ക് എന്ന് പറഞ്ഞാൽ ട്യൂമർ മാർക്കറിന്റെ ഒരു സ്വാധീനത, നമ്മുടെ ചികിത്സാവിധിയിൽ ട്യൂമർ മാർക്കറിന്റെ ഒരു സ്വാധീനത എപ്പോഴും നമ്മൾ ജനറലായിട്ട് ഏതൊക്കെ മരുന്നുകൾ കൊടുത്താൽ ഏതെല്ലാം അവസ്ഥയിൽ ട്യൂമർ മാർക്കറുകൾ റിഡക്ഷൻ ചെയ്യാൻ പറ്റും, അതിനെ കുറയ്ക്കാൻ സാധിക്കും എന്നുള്ള ഒരു വസ്തുത നമ്മൾ ചർച്ച ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പലപ്പോഴും നമ്മുടെ ഹോമിയോപ്പതി സിസ്റ്റത്തിൽ നമ്മൾ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള ബോൺ ട്യൂമർ ട്യൂമർ മാർക്കർ എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ തന്നെയാണ് എന്നുള്ള വസ്തുത വളരെയധികം നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകൾ കൊണ്ട് മാത്രമേ ഒരു 90% ട്യൂമർ മാർക്കറുകളെ കുറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് വസ്തുത. പലപ്പോഴും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് അല്ലെങ്കിൽ അത് സിമിലിമത്തിൽ അല്ലെങ്കിൽ പാതോളജി പ്ലസ് സിമിലിമത്തിൽ എത്തുമ്പോൾ പലപ്പോഴും നമുക്ക് മിറക്കിളായിട്ട് തന്നെ ട്യൂമർ മാർക്കറിനെ കുറയ്ക്കാൻ സാധിക്കും. അത് നമ്മളെ ചുറ്റുമുള്ള എല്ലാ ഡോക്ടർമാർക്കും അതിനുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്ക് കൂടുതലും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ നമുക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ട്യൂമർ മാർക്കറിനെ കുറയ്ക്കുന്ന ട്യൂമർ മാർക്കർ റിഡക്ടർ എന്ന് പറയുന്ന ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയ മരുന്നുകളാണ്.
പലപ്പോഴും പിന്നെ സസ്യജാലങ്ങളിൽ നിന്ന് എടുക്കുന്ന മരുന്നുകൾ, അതിൻ്റെ ആൽക്കലോയിഡ്സ്, അതിൻ്റെ ഫൈറ്റോ കെമിക്കൽസ് വളരെയധികം സ്വാധീനിക്കുന്നുണ്ട് ട്യൂമർ മാർക്കറിന്റെ റിഡക്ഷനെ പറ്റി. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന ഹൈഡ്രാസിസ്, അതുപോലെ ഓർണിത്തോഗിലം, ഫൈറ്റാലോക്ക, സ്ക്രോഫിലേറിയ നൊഡോസ, ഇതിനൊക്കെ വളരെ ഉദാഹരണമുള്ള പിന്നെ കാര്യങ്ങളാണ്. അത് ഫൈറ്റോ കെമിക്കൽസ് അടങ്ങിയ അതിൻ്റെ ആൽക്കലോയിഡ്സും അതിൻ്റെ ഫൈറ്റോ കെമിക്കൽസിന്റെ ഒരു സ്വാധീനത കൊണ്ടാണ് ട്യൂമർ മാർക്കർ കുറയുന്നത്. ഈ ട്യൂമർ മാർക്കറിന് നേരത്തെ പറഞ്ഞ പോലെ ഇന്റർപ്രിട്ടേഷൻ വരുമ്പോൾ കുറയുകയും ആ രോഗപുരോഗതിയെ പറ്റി അറിയാനും രോഗപുരോഗതിയുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വിശകലനം ചെയ്യാനും ഒക്കെ സാധിക്കുന്നതാണ് ഇത്തരം മരുന്നുകൾ കൊണ്ട് കൊടുക്കുമ്പോൾ തന്നെ. അതുപോലെ തന്നെ കിങ് ഓഫ് പിന്നെ ട്യൂമർ മാർക്കർ റിഡക്റ്റർ എന്ന് പറയുന്നത് പലപ്പോഴും നോസോഡുകൾ തന്നെയാണ് എന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നുണ്ട്. പലപ്പോഴും നോസോഡുകളായ കാർസിനോസിൻ, സൊറേനം, അതുപോലെ മലാൻഡ്രൻ എന്നീ 3 നോസോഡുകളാണ് ഇതിൻ്റെ ഒരു വളരെയധികം ഫലവത്തായിട്ട് തന്നെ ട്യൂമർ മാർക്കറിനെ കുറയ്ക്കാൻ കുറയ്ക്കുന്ന ഒരു സ്വാധീന പ്രക്രിയയിൽ ഏർപ്പെടുന്ന ഏറ്റവും ഒന്നാം തരം ഔഷധങ്ങൾ നോസോഡുകളാണ് എന്ന് പറയാൻ സാധിക്കും. അപ്പൊ ഇതൊക്കെ ഒരു ചർച്ചയിലേക്ക് വരുമ്പോൾ ഒരു റീജിയണൽ ബേസിൽ എൻ്റെ ഒരു കൂടുതലും ട്യൂമർ മാർക്കറുകളുടെ ഒരു ഇന്റർപ്രിട്ടേഷനിൽ ഏതൊക്കെ അവസ്ഥയിൽ എനിക്കത് പറയാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഈ അവസരത്തിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ ഞാൻ കോളോറക്ടൽ ക്യാൻസറിലെ അവസ്ഥകളെ പറ്റി ഞാൻ ഇവിടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുകയാണ്. പലപ്പോഴും കോളോറക്ടൽ ട്യൂമർ മാർക്കർ എന്നതിൽ ഒന്ന് കാർസിനോ എംബ്രിയോണിക് ആന്റിജൻ തന്നെയാണ്. അതുപോലെ കാർസിനോ ആന്റിജൻ 19-9 എന്നീ പിന്നെ ട്യൂമർ മാർക്കർ കൂടുതലും ഈ ട്രീറ്റ്മെന്റില് കോളോറക്ടൽ ക്യാൻസറിന് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കുലേറ്റിംഗ് ട്യൂമേഴ്സുകൾ 2 തരമുണ്ട്. CTCS ഉണ്ട്, DNA ഉണ്ട്. ഇതൊന്നും ഒരു ഫെമിലിയർ ആയിട്ട് അതുപോലെ ഒരു വലിയ ഒരു ഓൺകോളജിസ്റ്റ് മാത്രം കൈകാര്യം ചെയ്യുന്ന ട്യൂമർ മാർക്കറുകളാണ്. എന്നാൽ കോളോറക്ടൽ ക്യാൻസറിന് എൻ്റെ ചികിത്സയിൽ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ CEA-യും CA19-9 കുറയ്ക്കാൻ സാധിച്ച ഏതാനും മരുന്നുകളെ പറ്റി ഞാൻ ഇവിടെ പ്രതിപാദിക്കാം. ഒന്ന് തൂജ തന്നെയാണ്. തൂജ 6C, അതായത് 6Cയും റൂട്ടാ 6Cയും ഇതിൽപ്പെടുന്ന മരുന്നുകളാണ്. അതുപോലെ ഫൈറ്റോ കെമിക്കൽസിൽ വരുന്ന കാമല്ലിയ സിനാൻസിസ്, അതൊരു പോളിഫിനോൾ അടങ്ങിയിരിക്കുന്ന കാമല്ലിയ സിനൻസിസ് എന്ന് പറയുന്ന മദർ ടിഞ്ചർ കൊടുത്താൽ CEA കോളോറക്ടൽ ക്യാൻസറിന് വളരെയധികം സ്വാധീനതയോടുകൂടി പ്രൊഗ്നോസ്റ്റിക് ടൂളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കുർക്കുമാലോങ്ക പലപ്പോഴും CA19-9 ആണ് കൂടുതലും കുറച്ച് തരുന്നതായിട്ട് നമ്മൾ കാണുന്നത് ട്രീറ്റ്മെന്റിൽ. അപ്പോൾ ആ കുർക്കുമാലോങ്ങയുടെ ഒരു പതോളജിക്കൽ സിഗ്നിഫിക്കൻറ്റില് അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്ന എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റെസിപ്റ്റേഴ്സിനെ കോളോറക്ടൽ ക്യാൻസർ കുറയ്ക്കുക എന്നുള്ളതാണ്. അതുപോലെ പ്രത്യേകിച്ച് അഡിനോ കാർസിനോമ സെല്ലിനെതിരായിട്ട് പ്രവർത്തിക്കുമ്പോഴാണ് കുർക്കുമാലോങ്ങയ്ക്ക് ഈ ട്യൂമർ മാർക്കറിനെ കുറയ്ക്കാനുള്ള ഒരു കഴിവ് കിട്ടുന്നത്. അതുപോലെ തന്നെ ഒലിയ യൂറോപ്യ എന്ന് പറഞ്ഞ മദർ ടിഞ്ചർ, അതൊരു ക്യാൻസർ കോളോറക്ടൽ ക്യാൻസർ പ്രോലിഫറേറ്റീവ് നേച്ചർ ഉള്ളപ്പം ഇന്റർകറന്റ് ആയിട്ട് തന്നെ ഈ മരുന്നുകൾ ഒലിയ യൂറോപ്യ കൊടുക്കാറുണ്ട്. എന്നിട്ട് പലപ്പോഴും നമ്മൾ കോളോറക്ടൽ ക്യാൻസറിൽ റെക്റ്റം, കോളൻ, അതുപോലെ ഇൻഡസ്ട്രിയൽ ലെവലിലെല്ലാം വരുന്ന ലെവലിൽ ജനറലായിട്ട് തന്നെ ഒരു സ്കെലിറ്റൽ പെൽവിക് മെറ്റാസ്റ്റാസിസ് വരുമ്പോൾ പ്രത്യേകിച്ച് ലോവർ കോളനിലും റെക്റ്റം, ബ്ലാഡർ, ഓവറി, സെർവിക്സ് ഇങ്ങനെയുള്ള അവയവങ്ങളിലേക്കൊക്കെ ബാധിക്കുമ്പോൾ മലാൻഡ്രന് നല്ല റിസൾട്ട് കൊടുത്ത് CA19-9 വളരെ കുറയുന്നതായിട്ട്, അല്ലെങ്കിൽ താൽക്കാലികമായിട്ട് 60-80% പിന്നെ ഈ 2 ട്യൂമർ മാർക്കറും കുറയ്ക്കുന്നതായിട്ട് നമ്മുടെ ക്ലിനിക്കൽ ട്രയലിൽ കാണാറുള്ളതാണ്. പിന്നെ രണ്ടാമത് പറയാനുള്ള ബ്രസ്റ്റ് ക്യാൻസറിന്റെ കാര്യത്തിലാണ്.
ബ്രസ്റ്റ് ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്യൂമർ മാർക്കുകൾ എന്ന് പറയുന്നത് CA15-3 ആണ്. CA20-29. അതുപോലെ കാർസിനോമ എംബ്രിയോണിക് ആന്റിജൻ കൊടുക്കും. അതുപോലെ തന്നെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ ആണെങ്കിൽ പ്രൊജസ്റ്ററോണ്, ഈസ്ട്രോജന്, ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റെസിപ്പിറ്റ് HER2 എന്നീ ലെവലിലുള്ള ഐഡന്റിഫൈ ചെയ്ത് മരുന്നുകൾ കൊടുക്കുന്നു. പലപ്പോഴും പിന്നെ ഈസ്ട്രോജൻ ഡിപ്പെൻസ് ക്യാൻസറുകളായിരിക്കും കൂടുതലും നമ്മുടെ സമൂഹത്തിൽ കാണുന്ന. അതിനെയൊക്കെ ആശ്രയിച്ച് ഇതിനെ പിന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ BRCA1, BRCA1 and BRCA2 ജീൻ മ്യൂട്ടേഷൻ സ്ക്രീനിങ്, ഇതിനെല്ലാം ഒരു പരിധി വരെ സ്വാധീനിക്കുന്ന മരുന്നുകൾ ഒന്ന് അബ്രോട്ടേനമാണ്. അബ്രോട്ടേനം ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസറിന്, ഈസ്ട്രോജൻ ഡിപ്പെൻഡന്റ് ബ്രസ്റ്റ് ക്യാൻസറിന് ഏറ്റവും കൂടുതൽ കൊടുക്കുകയും മെറ്റാസ്റ്റാസിസിനെ തടയുന്നതാണ്. അത് പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസർ കോളോറക്ടൽ ക്യാൻസറിന്റെ സെക്കൻഡറി ആയിട്ട് മാറുന്നതോ, നമ്മുടെ ബോറിക്ക് തന്നെ അബ്രോട്ടേനത്തിന്റെ കാര്യം കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് മെറ്റാസ്റ്റാസിസ് എന്ന് മാത്രമേ പറയുള്ളൂ. എന്നാലും മെറ്റാസ്റ്റാസിസിനെ പറ്റി ഡീപ്പായിട്ട് പഠനം നടത്തുമ്പോൾ അബ്രോട്ടേനം ഈസ്ട്രോജൻ ഡിപ്പെൻഡന്റ് ബ്രസ്റ്റ് ക്യാൻസറിനാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എക്സുഡേറ്റീവ് പ്ലൂറസി ലെവല് ബ്രസ്റ്റ് ക്യാൻസറിന്റെ സെക്കൻഡറി ആയിട്ട് ലങ് മെറ്റാസ്റ്റാസിസ് വരുമ്പോൾ ആ പ്ലൂറൽ എഫ്യൂഷൻസിനെ കൺട്രോൾ ചെയ്യാൻ അബ്രോട്ടേനം കൂടുതലും. ഈ ലെവലിൽ നമ്മൾ ട്യൂമർ മാർക്കർ ഐഡന്റിഫിക്കേഷൻ കൊടുക്കുമ്പോൾ പൊട്ടൻസി കൂടി പറയണേന്ന് ഓരോരുത്തർ സംശയം പറയുന്നുണ്ട്. മെഡിസിൻ ഉപയോഗിക്കുന്ന മെഡിസിന്റെ പൊട്ടൻസി അബ്രോട്ടാന് പൊട്ടൻസി പറയാം. CA20-29 എന്ന് പറയുന്ന ഒരു ട്യൂമർ മാർക്കറിനെ എലിവേഷനെ തടയാനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അബ്രോട്ടേന ഉപയോഗിക്കുന്നത്. അബ്രോട്ടേന പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് 30 പൊട്ടൻസിയാണ്. ടിഞ്ചറുകളൊന്നും കൊടുക്കാറില്ല. അതുപോലെ തന്നെ പിന്നെ ഈസ്ട്രോജൻ ഡിപ്പെൻസ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ അബ്രോട്ടേനം കഴിഞ്ഞ ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്ന ആർടെമിസിയ വൾഗാരിസിനാണ്. പലപ്പോഴും അത് ഈ HER2, ഈസ്ട്രോജൻ, പ്രൊജസ്ട്രോൺ, അതുപോലെ ജീൻ മ്യൂട്ടേഷൻ ലെവലിലും ഒക്കെ നമ്മൾ ഐഡന്റിഫിക്കേഷൻ മാർക്കർക്ക് കൊടുക്കുമ്പോൾ ആർടെമിസിയ വൾഗാരിസ് കൊടുത്താൽ അത് ഒരു 60% അതിന്റെ ടൈറ്റർ കുറയുന്നതായിട്ട് കണ്ടുപോകുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബ്രസ്റ്റ് ക്യാൻസറിന് ഏറ്റവും ഫലപ്രദമായിട്ട് ട്യൂമർ മാർക്കറിനെ റിഡക്ട് ചെയ്യാൻ ഏറ്റവും നല്ലതാണ് തൂജ. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും വലിയ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മരുന്നുകൾ ജനറലായിട്ട് തന്നെ CEAയില് സ്വാധീനിക്കുന്ന മരുന്നാണ് ഫൈറ്റോലാക്ക ഡീകാൻഡൻസിസ്. അതുകൊണ്ട് തന്നെയാണ് ഏത് കണ്ണുമടച്ച് ഒരു ബ്രസ്റ്റ് ക്യാൻസറിന് ഫൈറ്റോലാക്ക ഡീകാൻഡൻസിസ് ഒരു സ്ക്രീനിങ്ങിലോ അല്ലെങ്കിൽ ഒരു ഇന്റർപ്രിട്ടേഷനിലോ ഇല്ലെങ്കിൽ പോലും ഫൈറ്റോലാക്ക ഡീകാൻഡൻസിസ് കൊടുത്ത രോഗിക്ക് ആശ്വാസം കിട്ടാറുണ്ട്. ആ ലെവലിൽ നമ്മൾ കാർസിനോമ ആന്റിജൻ 15-3 CA ഒക്കെ എടുത്തു നോക്കിയാൽ അത് പകുതിയോളം കുറഞ്ഞു നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടുവരാറുണ്ട്. അത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റെസിപ്റ്റേഴ്സ്, ഈ പറഞ്ഞ പോലെ തൂജയും ഫൈറ്റോലാക്ക ഡീകാൻഡൻസ് എപ്പോഴും മദർ ടിഞ്ചറുകളാണ് കൊടുക്കാൻ ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റിയ മരുന്ന്. അതുപോലെ തൂജയൊക്കെയാണ് ലോവർ പൊട്ടൻസിയിലാണ് ആക്ഷൻ കിട്ടുന്നത്. അടുത്ത ഏറ്റവും കൂടുതൽ ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റെസിപ്റ്റേഴ്സ് 2നെ സ്വാധീനിക്കാൻ വരുന്ന ചിമാഫില അംബിലിറ്റ ആണ്. പലപ്പോഴും ചിമാഫില അംബിലിറ്റ ഒക്കെ വേറെ ഒരു യൂറോളജിക്കൽ ഡ്രഗ് ആയിട്ടൊക്കെ കരുതുന്നെങ്കിലും അതിൻ്റെ ഒരു ഫൈറ്റോകെമിക്കൽ പിന്നെ സ്വാധീനത പലപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിൽ പിന്നെ വളരെ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസറിന് ഏറ്റവും ഫലപ്രദമായിട്ട് കണ്ടുവരുന്നതാണ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ട്യൂമറിനെ പറ്റിയാണ് അതിൻ്റെ അത് കൂടുതൽ പറയാൻ സാധിക്കുന്നത്. ബ്രെയിൻ ട്യൂമർ പലപ്പോഴും നമ്മൾ ഒരു ഭയാനകമായ ഒരു വിപത്ത് അല്ലെ സർവ്വസാധാരണമായിട്ട് കണ്ടാലും ഏകദേശം ഒരു 60% ഹോമിയോ ഡോക്ടർമാർക്കും ബ്രെയിൻ ട്യൂമറുകളെ കൈകാര്യം ചെയ്യാൻ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്ക്രീനിങ് ലെവൽ എന്ന് പറഞ്ഞാൽ IDH
IDH2 മ്യൂട്ടേഷൻ ആണ് നമ്മൾ നോക്കേണ്ടത്. അത് ഗ്ലയോമ ലെവലിൽ നമ്മൾ അതിന്റെ സിഗ്നിഫിക്കന്റ് നോക്കി IDH1 IDH2 പിന്നെ മാർക്കർ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ പ്രോഗ്നോസിസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ IP-99CO ഡിലേഷൻ എന്നാണ് പറയുന്നത്. അത് നമുക്കെപ്പോഴും നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാം. ഇത് രണ്ടുമാണ് ഒരു കോമൺ സ്ക്രീനിങ് ആയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ബേസിക് ഫൈബ്രോബ്ലാസ്റ്റ് ഗ്രോത്ത് ഫാക്ടർ GF1 എന്നാണ്. അതൊക്കെ നെറ്റിൽ തന്നെ നമ്മൾ സെർച്ച് ചെയ്താൽ കിട്ടുന്നതാണ്. ബേസിക് ഫൈബ്രോബ്ലാസ്റ്റിക് ഗ്രോത്ത് ഫാക്ടർ. അതുപോലെ തന്നെ MGMT, അത് മിഥൈലേഷൻ മിഥിലേഷൻ സ്ട്രോഫിലസ് ഫാക്ടർ നോക്കാം. ഇത് മൂന്നും കൃത്യമായിട്ട് തന്നെ സാധാരണഗതിയിൽ നമുക്ക് ഒരു റേഡിയോ ഡയഗ്നോസ്റ്റിക് അപ്രോച്ചിൽ മാത്രമേ ബ്രെയിൻ ട്യൂമറെ നമ്മൾ ട്രീറ്റ്മെന്റിന് എടുക്കുകയുള്ളൂ എങ്കിലും ഈ IDH1 IDH2 മ്യൂട്ടേഷനും അത് IP-99CO ഡിലേഷൻ എന്നീ 2 സ്ക്രീനിങ്ങുകളിലും നമ്മുടെ മരുന്നുകൾ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ രോഗികളെ കൂടുതലും കോൺട്രാസ്റ്റ് CT ഇതിലേക്കൊക്കെ നമ്മൾ വിടുമ്പോൾ നമ്മൾ ഒത്തിരി പ്രതിബന്ധങ്ങൾ നമ്മൾ ഏൽക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. പലപ്പോഴും റേഡിയോളജിസ്റ്റിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ പലപ്പോഴും അതിൻ്റെ കോൺട്രാസ്റ്റിൻ്റെ കാര്യങ്ങൾ ഇതിനെയൊക്കെ ആശ്രയിച്ച് നോക്കുമ്പോൾ ഇത്തരം ട്യൂമർ മാർക്കറുകൾ കൊണ്ട് ബ്രെയിൻ ട്യൂമറിന്റെ അവസ്ഥയെപ്പറ്റി ഒരു പരിധി വരെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ ഈ IDH1 IDH2 മ്യൂട്ടേഷൻ ജീനിയും IP-99CO ഡിലേഷനിലും സ്വാധീനിക്കുന്ന മരുന്ന് തൂജയും കൊണിയവുമാണ്. പലപ്പോഴും അത് തൂജ 3C, കൊണിയൻ 3C, അതുപോലെ ചില കേസിൽ തൂജ 0/6, കൊണിയൻ 0/6 ഒക്കെ കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറിലെ ട്യൂമർ മാർക്കർ റെഡ്യൂസ് ചെയ്യാൻ ഏറ്റവും ഫലപ്രദമായ മരുന്നാണ് കൽക്കേരിയ സിലിക്കോ ഫ്ലൂറൈഡ്. കൽക്കേരിയ സിലിക്കോ ഫ്ലൂറൈഡ് ഒരു കമ്പൈൻഡ് ഡൈല്യൂഷൻ ആണെങ്കിലും അത് നമ്മൾക്ക് ഒറ്റയ്ക്കായിട്ട് നമുക്ക് അതിനെ ഡിനോട്ട് ചെയ്യില്ല. ലാപ്പിസ് തന്നെയാണ് കൽക്കേരിയ സിലിക്കോ ഫ്ലൂറൈഡ് ആയിട്ട് മെറ്റീരിയ മെഡിക്കായി പറയുന്നത്. നമ്മുടെ ലാപ്പിസ് തന്നെ അത് 30 പൊട്ടൻസി. ഏറ്റവും കൂടുതൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്യൂമർ മാർക്കറിനെ സ്വാധീനിക്കാൻ ഈ ബ്രെയിൻ ട്യൂമറിലും കാർസിനോസിനും മലാൻഡറിനുമാണ്. സെലക്റ്റീവായിട്ട് അതിന് ഇൻഡിക്കേറ്റഡ് ആയിട്ട് ഏത് നോസോൾസ് കൊടുത്താലും ഈ ടൈറ്ററുകൾ കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ട്യൂമറിന്റെ സ്വഭാവങ്ങളൊക്കെ വെച്ച് ഏറ്റവും കൂടുതൽ ഗ്ലയോബ്ലാസ്റ്റോമ, അസ്ട്രോസൈറ്റോമ എന്നീ ഡയഗ്നോസിസ് വന്നാൽ ഏറ്റവും കൂടുതൽ ട്യൂമർ മാർക്കറിനെ റെഡ്യൂസ് ചെയ്യുന്ന കറ്റേറിയ നെപ്പേറ്റ എന്ന മദർ ടിഞ്ചർ അല്ലെങ്കിൽ 30th പൊട്ടൻസി കിട്ടാറുണ്ട്. നമ്മുടെ ബോറിക് മെറ്റീരിയ മെഡിക്കയില് ഇൻഫന്റ് പൊളിക്കിന് മാത്രം കൊടുക്കുന്നതായിട്ട് ഡിസ്ക്രൈബ് ചെയ്യെങ്കിലും കറ്റേറിയ നെപ്പേറ്റയുടെ ഫൈറ്റോ കെമിക്കൽസിനെ പറ്റി പഠിക്കുമ്പോൾ ഏറ്റവും ഫലപ്രദമായ ബ്രെയിൻ ട്യൂമറിന്റെ റെമഡിയാണ് കറ്റേറിയ നെപ്പേറ്റ. അസ്ട്രോസൈറ്റോമ, ഗ്ലയോബ്ലാസ്റ്റോമ ലെവലിലും ഒക്കെ നമുക്ക് സാധാരണ ഡെയിലി ഡോസ് ആയിട്ട് കൊടുക്കാവുന്ന മരുന്നാണ് കറ്റേറിയ നെപ്പേറ്റ. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറിലെ അതിന്റെ പ്രൊഗ്നോസിസിനെ കൂടുതൽ സ്വാധീനിക്കുന്ന ഒരു മാർക്കറാണ് സിറം ആൽക്കലൈൻ ഫോസ്ഫറ്റേസ്. പലപ്പോഴും അതിന്റെ സ്കെലിറ്റൽ മെറ്റാസ്റ്റാസിസ്, അതുപോലെ തന്നെ അതിന്റെ ഫോട്ടോഎനർജിക് ആക്ടിവിറ്റീസിലും ഒക്കെ ഡിവിഷൻ വരുന്ന ഗ്രവിയോള ആണ് ഏറ്റവും കൂടുതൽ ഇതുപോലുള്ള ട്യൂമർ മാർക്കറിനെ കുറയ്ക്കാൻ പറ്റിയ മരുന്ന്. അതുപോലെ തന്നെ ബ്രെയിൻ ട്യൂമറിന്റെ മെറ്റാസ്റ്റസിസ് ആയിട്ട് ലിവർ, ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ്, സെർവിക്സ്, കോളോറക്ടൽ ക്യാൻസറിനെ എല്ലാം ഒരു പരിധിവരെ തടയാനുള്ള കഴിവും ഗ്രവിയോളായിട്ടുണ്ട്. പിന്നെ തൈറോയിഡ് ക്യാൻസറിനെ പറ്റിയാണ് നമുക്ക് പറയാൻ ഉള്ളത്. തൈറോയിഡ് ക്യാൻസറിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ട്യൂമർ മാർക്കർ എന്ന് പറയുന്നത് തൈറോഗ്ലോബിൻ TG, CA 125, കാൽസിറ്റോണിൻ.
ഈ 4 പിന്നെ സിഗ്നിഫൈഡ് ആയിട്ടുള്ള ട്യൂമർ മാർക്കറാണ് ഉപയോഗിക്കുന്നത്. തൈറോയ്ഡ് നമുക്ക് എല്ലാവർക്കും കൂടുതൽ ഡോക്ടർമാർക്കും ഫെമിലിയർ ആണ് ഇത്തരം ട്യൂമർ മാർക്കർ. തൈറോഗ്ലോബിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കാൻ വരുന്നത് നേരത്തെ പറഞ്ഞത് ലാപ്പിസാൽവ തന്നെയാണ്, കൽക്കേരിയ സിലിക്ക ഫ്ലോറൈഡ്. CAയും എലിവേഷനും കുറയ്ക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോഴും ലാപ്പിസാൽവ തേർട്ടിയത്തിലാണ് നല്ലപോലെ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ ലാപ്പിസാൽവയും അതുപോലെ തന്നെ തൈറോയിഡിൽ ഏറ്റവും കൂടുതൽ നേരത്തെ ഞാൻ പല ക്ലാസ്സിലും പറയാം വിസ്കോആൽബ് മദർ ടിഞ്ചർ, കുർക്കുമ മദർ ടിഞ്ചർ. ഈ വിസ്കോആൽബ് മദർ ടിഞ്ചറും ഒരു പരിധിവരെ ലോങ് ടേമിൽ കൊടുക്കുമ്പോൾ തന്നെ തൈറോയിഡ് ക്യാൻസർ കാൽസിറ്റോണിൻ കുറയുന്നതായിട്ട് കണ്ടു. കാൽസിറ്റോണിൻ കുറയുന്നത് കേരളത്തിലെ റീജിയണൽ ക്യാൻസർ സെന്റർ പോലുള്ളതിൽ ഏറ്റവും ഇന്റർ ഡിസിപ്ലിനറി ആയിട്ടുള്ള പിന്നെ വിസിറ്റ്സ് ടൂൾസ് ആയിട്ട് ഉപയോഗിക്കുന്നത് കാൽസിറ്റോണിൻ ടെസ്റ്റ് ആണ്. പലപ്പോഴും ആ ലെവലിൽ തന്നെ രോഗികൾ വന്ന് ഈ മരുന്നുകൾ എടുത്ത് കാൽസിറ്റോണിൻ കുറച്ച് തന്നെ പോയി അലോപ്പതി ട്രീറ്റ്മെന്റിന്റെ ഷെഡ്യൂൾഡ് കുറയ്ക്കുന്നതായിട്ട് നമ്മൾ വളരെയധികം കാണാറുണ്ട്. അപ്പൊ തൈറോയിഡിന് വളരെ സാധ്യതയുള്ള ട്യൂമർ മാർക്കറെ കുറയ്ക്കാൻ കഴിവുള്ളതാണ് വിസ്കോആൽബ്, അതുപോലെ കൽക്കേരിയ സിലിക്ക ഫ്ലോറൈഡ് ആയ ലാപ്പിസാൽബ്, കുർക്കുമ മദർ ടിഞ്ചർ. നെക്സ്റ്റ് എന്ന് പറയുന്നത് യൂട്രിൻ ക്യാൻസർ ആണ്. യൂട്രിൻ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന സ്ക്രീനിങ് CA-125, CA-19-9, ഹോർമോൺ എപ്പിഡെർമൽ പ്രോട്ടിയോൺ 4 എന്ന് പറയുന്നത് HE4 എന്നാണ് അതിന് പറയുന്നത്. പിന്നെ ഹ്യൂമൻ എപ്പിഡെർമൽ പ്രോട്ടിയസ് 4 ടെസ്റ്റ്. അപ്പൊ ഇത് HE4 മിക്കവാറും ഗൈനക്കോളജിക്കൽ ഓൺകോളജി അങ്ങനെയുള്ള HE4 കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കൂടുതലും CA-19-9 CA-125 ആണ് കൂടുതലും ഉപയോഗിക്കുന്നത്. CA-125 തന്നെ നല്ല പിന്നെ യൂട്രിൻ ഉള്ള ക്യാൻസർ, പ്രത്യേകിച്ച് പോസ്റ്റ് സർജിക്കൽ ക്യാൻസർ, റേഡിയേഷൻ, കീമോ എന്നുള്ള പിന്നീടുള്ള വിസിറ്റ്സിന് നമ്മൾ കൂടുതലും CA-125 തന്നെയാണ് ഇപ്പൊ നൽകാറുള്ളത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ റിസൾട്ട് കാണുക സിന്നമോണിയം 30 ആണ്. സിന്നമോണിയം 30, കൊണ്ടിരാങ്കോ മദർ ടിഞ്ചറിനും ഒക്കെ കൊണ്ടിരാങ്കോ പൊട്ടൻസിയും കൊടുക്കാറുണ്ട്. ഇത് കൃത്യമായിട്ട് തന്നെ കുറഞ്ഞു കിട്ടാറുണ്ട്. അതുപോലെ തന്നെ ഹെലിബോറസ് മദർ ടിഞ്ചർ വളരെയധികം സ്വാധീനിക്കാറുണ്ട് HE4. ഹെലിബോറസ് മദർ ടിഞ്ചർ പലപ്പോഴും ബ്രെയിൻ ഇൻവോൾവ്മെന്റിന് കൊടുക്കുന്നതും എഫ്യൂഷൻസിന് കൊടുക്കുന്നതുമായ ഹെലിബോറസിന്റെ ഫൈറ്റോകെമിക്കൽസിന് വളരെയധികം റോള് HE4 ഉണ്ട് എന്നുള്ളതാണ് പഠനങ്ങളിലും പ്രാക്ടീസിലും കാണുന്നത്. പിന്നെ അടുത്തത് ബോൺ ക്യാൻസറിനെ പറ്റിയാണ്. ബോൺ ക്യാൻസറിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും പ്രൈമറി ബോൺ ക്യാൻസറിനെക്കാട്ടിലും നമുക്ക് കിട്ടുന്ന പലപ്പോഴും സെക്കൻഡറി ബോൺ ക്യാൻസർ ആയിട്ട് സ്കെലിറ്റലായിട്ടും അതുപോലെ മെറ്റാസ്റ്റസ് ആയിട്ടായിരിക്കും. പലപ്പോഴും നമ്മുടെ സ്ക്രീനിങ് എന്ന് പറയുന്ന ALPN ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് ടെസ്റ്റ് തന്നെയാണ്. അതുപോലെ LDH ലാക്ടേറ്റ് ഡീഹൈഡ്രോജനൈസ്, അതുപോലെ ബോൺ സ്പെസിഫിക് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് BSAP എന്ന് പറയും. അതുപോലെ CA-15-3 ബോൺ മെറ്റാസ്റ്റസിനൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ അത് ബ്രസ്റ്റില് ക്യാൻസർ വന്നിട്ട് ബോൺ മെറ്റാസ്റ്റസ് വന്നെങ്കിൽ CA-15-3 ആണ് നോക്കേണ്ടത്. അതുപോലെ ബോൺ സ്പെസിഫിക് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസിന് BSAP നോക്കണം. അതുപോലെ LDH ALP ഇതൊന്നും മറക്കാൻ പാടുള്ളതല്ല ബോൺ ക്യാൻസറിന്. പലപ്പോഴും സെക്കൻഡറി ബോൺ ക്യാൻസർ ആകുമ്പം ഒരു പ്രൈമറി ട്യൂമറിൽ നിന്നോ അല്ലെങ്കിൽ അത് വേറെ ഒരു സൈറ്റിൽ നിന്ന് ബോൺ ക്യാൻസർ ആയിട്ട് രൂപാന്തരപ്പെടുന്നതായിരിക്കും. ചിലപ്പോൾ പ്രത്യേകിച്ച് തൈറോയിഡ്, പ്രോസ്റ്റേറ്റ്, അതിൽ ബ്രസ്റ്റ്, ലങ് ക്യാൻസറിനൊക്കെ ഇത് കാണുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഈ ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് ബോൺ സ്പെസിഫിക് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസിന് മതിയായ രീതിയിൽ പൊട്ടൻസി സെലക്ട് ചെയ്ത് കൊടുത്താൽ എസോസ്റ്റോസിസ് തഗ്ഗുകളാണ് കൊടുക്കേണ്ടത്. നമ്മൾ മെറ്റീരിയ മെഡിക്കായി പറയുന്ന എസോസ്റ്റോസിസ് തഗ്ഗുകളാണ്. ഒന്ന് തൂജ, കൽക്കേരിയ കാർബ്, കൽക്കേരിയ ഫ്ലോറേറ്റം, ടെക്ലാലാവ, ഓറമറ്റ്. ഈ വെറൈറ്റിയിലുള്ള മരുന്ന് ഇൻഡിക്കേറ്റർ ആയിട്ട് നൽകി കഴിഞ്ഞാൽ എസോസ്റ്റോസിസ് തഗ്ഗുകൾ എന്ന് പറയും.
എസോസ്റ്റോസിസ് ഡ്രഗുകൾ കൊടുക്കുമ്പോൾ തന്നെ ആൽക്കലൈൻ ഫോസ്ഫറ്റേസും ലാക്ട ഡീഹൈഡ്രജനസിനും ഒക്കെ വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടുവരാറുണ്ട്. അതുപോലെ തന്നെ ഫൈറ്റോ കെമിക്കൽസുകളായ വിക്സ് ഒറേലേറ്റം, ബോസ്വെല്ലിയ സെറേറ്റ, പുതുതായിട്ട് ഏറ്റവും കൂടുതൽ പഠനം നടക്കുന്നതാണ് ബോസ്വെല്ലിയ സെറേറ്റ. അത് ബ്രസ്റ്റ് സ്കെലിറ്റൽ മെറ്റാസ്റ്റസിസ് ബോൺ ക്യാൻസറിന് പറ്റും. അതുപോലെ ബോൺ ഗ്രാഫ്റ്റ്, അതുപോലെ ബോൺ ക്യാൻസർ വന്നിട്ട് ബോൺ ഗ്രാഫ്റ്റ് വന്നിട്ട് വരുന്ന നമ്മൾ ഓരോ തീരെ നിർദ്ധനായ ആൾക്കാർക്കൊക്കെ നമ്മൾ മറ്റ് സ്ക്രീനിങ് ഒന്നും പറ്റാതെ വരുമ്പോൾ LDH ALP ആണ് എഴുതുന്നത്. അപ്പൊ അതിന് വ്യത്യാസം കാണിക്കുന്ന അലോവറ മദർ ടിഞ്ചർ തന്നെയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു പ്രൈം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബോൺ സ്പെസിഫിക് ആൽക്കലൈൻ ഫോസ്ഫറ്റൈസിനെ കുറയ്ക്കാൻ എസോസ്റ്റോസിസ് ഡ്രഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും നല്ല മരുന്ന് റൂട്ട തന്നെയാണ്. ട്യൂമർ സപ്രസർ ജീന് ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് കൂടുതൽ ഇതിനൊരു ആക്ഷൻ നമുക്ക് കിട്ടാവും. റൂട്ട 6, 0 30 എന്നിവയൊക്കെ ഇതിന് ഫലപ്രദമായിട്ട് റിപ്പീറ്റഡ് ഡോസ് ആയിട്ട് കൊടുത്താൽ നല്ല റിസൾട്ട് കാണാറുണ്ട്. പിന്നെ നമ്മൾ കൂടുതലും കാണുന്ന പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ ആണ്. നമ്മൾ എല്ലാവർക്കും ഫെമിലിയർ ആയ ഒരു സ്ക്രീനിങ് ആണ് PSA ടെസ്റ്റ്. പലപ്പോഴും പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആന്റിജൻ, പിന്നെ കൂടാതെ തന്നെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ആന്റിജൻ 3 PCA3 എന്ന് പറയുന്ന വേറൊരു പിന്നെ ട്യൂമർ മാർക്കർ കൂടെ നിലവിലുണ്ട്. അത് പലപ്പോഴും പലരും ഫെമിലിയർ ആയിട്ട് അത് ചെയ്യുന്നില്ല. PSAയിൽ ഏകദേശം ടൈറ്റർ വാല്യൂ വരുമ്പോൾ PSA3 കൂടെ കൊടുത്താൽ നല്ല ഒരു പ്രോഗ്നോസ്റ്റിക് ടൂൾ ആയിട്ട് നമുക്കത് കരുതാവുന്നതാണ്. പലപ്പോഴും PSA പല ആളുകൾക്കും PSA കൃത്യതയോടുകൂടി റെഡ്യൂസ് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് തന്നെ കാണും. എന്നാലും എൻ്റെ എക്സ്പീരിയൻസിൽ ഏറ്റവും കൂടുതൽ PSA താക്കാൻ കഴിയുക കാർസിനോസിന്, മലാൻഡ്രിനം, വിസ്കോ ആൽബ് മദർ ടിഞ്ചർ, ഫ്ലാക്സീഡിൽ നിന്ന് എടുക്കുന്ന മരുന്നാണ്. ഇത്രയാണ് കൂടുതൽ. നമ്മളത് ഫൈറ്റോ കെമിക്കൽസ് ഫ്ലാക്സീഡ് പലപ്പോഴും വാൾനട്ട് ഫെമിലിയർ ആയിട്ട് വരുമ്പോഴും ഹോമിയോപ്പതി ഫ്ലാക്സീഡ് മദർ ടിഞ്ചർ ആയിട്ട് കിട്ടും. അത് പലപ്പോഴും നമ്മുടെ ആൽഫോലിനിക് ആസിഡ് ആണ് അതിൻ്റെ അകത്ത് കാണുന്നത്. അത് കൃത്യമായിട്ട് PCA3 കുറയ്ക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രോജൻ റെസിപ്റ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്ന കുർക്കുമ ആണ് പലപ്പോഴും സ്ക്രോട്ടൽ എസ്റ്റർപേഷൻ സ്ക്രോട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് കണ്ടുവരുന്ന PSA ലെവൽ എന്നിട്ടും വഴങ്ങാതിരിക്കുന്നവർക്കൊക്കെ ആൻഡ്രോജൻ റെസിപ്റ്റേഴ്സിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളത് ഏറ്റവും കൂടുതൽ പിന്നെ ഈ കുർക്കുമ മദർ ടിഞ്ചറിന് തന്നെയാണ്. അതുപോലെ തന്നെ ഈ PCA3 കൂടി നിൽക്കുകയും കമ്പൈൻഡ് ആയിട്ട് വേറെ ട്യൂമർ മാർക്കർ കൊടുത്തു കഴിയുമ്പോൾ പലർക്കും പ്രോസ്റ്റേറ്റിക് മെറ്റാസ്റ്റസിസ് വന്നു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കാണിക്കുന്ന കോണിയത്തിനാണ്. കോണിയത്തിന് നമ്മൾ പലപ്പോഴും നമ്മൾ വിസ്മരിച്ചുകൂടാ. കോണിയം പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു പിന്നെ മരുന്ന് തന്നെയാണ് എന്ന് പറയേണ്ടതായിട്ട് വരും. അടുത്തത് ലിവറിന് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ആണ് ഏറ്റവും കൂടുതൽ. AFP ആണ് നോക്കുന്നത്. ഹെപ്പറ്റോസെല്ലുലാർ കാർസിനോമ ആണ് ഏറ്റവും കൂടുതൽ അതിൻ്റെ അകത്ത് ഫെമിലിയർ ആയിട്ട് നമുക്ക് ടൈറ്റർ ആയിട്ട് നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നത്. പലപ്പോഴും അത് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ ഒരു പെർഫെക്റ്റ് ഡയഗ്നോസ്റ്റിക് ടൂൾ ആണെന്ന് പറയാൻ സാധിക്കുകയില്ല. അപ്പൊ GGT എന്നുള്ള ട്യൂമർ മാർക്കറാണ് നമ്മൾ ചെയ്യേണ്ടത്. ഗാമ ഗ്ലൂട്ടലൈറ്റ് ട്രാൻസ്ഫറൈസ് എന്നാണ് അതിന്റെ പേര്. GGT ആണ് അത് നോക്കേണ്ടത്. GGTയിൽ ലിവർ ക്യാൻസറിന് ഏറ്റവും കൂടുതൽ, പ്രത്യേകിച്ച് സിറോസിസും കൂടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് ലൊബീലിയ ഇൻഫ്ലാറ്റ 30 ആണ് ഏറ്റവും കൂടുതൽ. ലൊബീലിയ ഇൻഫ്ലാറ്റ, ക്രോക്കസ് സറ്റൈവ, ലൈക്കോപോഡിയം, കാർസിനോസിൻ, കാൽമക്, ഇത്രയും മരുന്നുകൾ AFPയും GGT കുറയ്ക്കാൻ കഴിവുള്ളതായിട്ട് നമ്മുടെ എക്സ്പീരിയൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാൻക്രിയാസ് ക്യാൻസർ
വളരെയധികം ഡിഫിക്കൽട്ടായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. പാൻക്രിയാസിന് ശരിക്കും നമുക്കൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രങ്ക് അല്ലാതെ ഒന്നും നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ് എനിക്ക് പറയാനുള്ളത്. അതിന് CA 19-9 CEAയുമാണ് നമ്മൾ നോക്കേണ്ടത്. CA 30-60% എലിവേറ്റ് ചെയ്യുന്ന കേസിലും 19-9 കേസിലും ഒക്കെ വിരളമായിട്ട് തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് കൊടുത്ത് അതിനെ റെഡ്യൂസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ഗാൾ ബ്ലാഡർ ക്യാൻസറിന് CEAയും CA 19-19 ആണ് നോക്കേണ്ടത്. അത് ഈ പറഞ്ഞ പോലെ ഗാൾ ബ്ലാഡറിന് നമുക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗ് അല്ല, ഒരു സ്പെസിഫിക്കേഷനിൽ ഒരിക്കലും നമുക്ക് ചെല്ലാൻ പറ്റാത്ത ക്യാൻസറുകളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റൊമക് ക്യാൻസർ ആണ്. സ്റ്റൊമക് CEAയും കാർബോഹൈഡ്രേറ്റ് ആന്റിജൻ 19-9 CA 70-4 ഈ ട്യൂമർ മാർക്കറുകളാണ് ഉപയോഗിക്കുന്നത്. സ്റ്റൊമക് ക്യാൻസറിന് ഏറ്റവും കൂടുതൽ CA റെഡ്യൂസ് ചെയ്യുന്ന ഒർണിത്തോഗാലമാണ്. അതുപോലെ കൊണിയത്തിനും കൊണ്ടിരാങ്കോ തേർട്ടിക്കും ഈ ട്യൂമർ മാർക്കർ കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ സങ്കീർണതകൾ വളരെ വലുതാണ്. അതുകൊണ്ട് അത് മറ്റ് രീതിയിലുള്ള ട്രീറ്റ്മെന്റുകൾ കൂടി, സപ്പോർട്ട് ട്രീറ്റ്മെന്റുകൾ മാത്രം വന്നാൽ സ്റ്റൊമക് ക്യാൻസർ നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതെന്ന് പറഞ്ഞാൽ ഓറൽ ക്യാൻസറാണ്. ഓറൽ ക്യാൻസറിന് നമ്മൾ വളരെ ഫെമിലിയർ ആയിട്ട് ഡെന്റിസ്ട്രിയിലും മറ്റു കാര്യങ്ങളും കൂടുതൽ ഫെമിലിയർ ആയിട്ട് ഓറൽ ക്യാൻസർ നമ്മൾ കാണുകയാണെങ്കിലും ഓറൽ ക്യാൻസറിന് ഒരു പരിധിയിൽ 42% ഒക്കെ ഓറൽ ക്യാൻസർ നമുക്ക് കൺട്രോൾ ചെയ്ത് ഹോമിയോപ്പതി നിർത്താൻ സാധിക്കുന്നുണ്ട്. അത് CA നോക്കുക. സ്കാമസ് സെൽ കാർസിനോമ ആന്റിജൻ ആണ് നോക്കേണ്ടത്, SCC ആന്റിജൻ. അതുപോലെ ഓറൽ ക്യാൻസറിന് ഫെറിറ്റിൻ നോക്കിയിരിക്കണം എന്നുള്ളതാണ്, ഫെറിറ്റിൻ. അതുപോലെ CA 125 പലപ്പോഴും അത് സലൈവറി ബയോമാർക്കർ ആയിട്ടും എടുക്കാറുണ്ട്. അതുപോലെ CA ലെവലിൽ നമുക്ക് പല കേസുകളിൽ ഓറൽ ക്യാൻസറിന് കിട്ടുന്ന കാലിബ്രോമിനും കാലിസൈനേറ്റിനുമാണ്. അത് 2/30 പൊട്ടൻസിയാണ്. CA സ്കാമസ് സെൽ കാർസിനോമ ആന്റിജൻ ഒരിക്കലും കുറയ്ക്കാൻ ഉള്ള എക്സ്പീരിയൻസ് ഇല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലങ് ക്യാൻസർ ആണ്. ലങ് ക്യാൻസർ ഇസ് എക്സ്ട്രീംലി ഡിഫിക്കൽട്ട്. പലപ്പോഴും ലങ് ക്യാൻസർ നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ തന്നെ ഈ രോഗിക്ക് ശ്വാസതടസ്സവും മറ്റു കാര്യങ്ങളും ഒക്കെ വന്ന് സപ്പോർട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാകും. അപ്പം നമ്മൾ കൂടുതലും മറ്റ് റേഡിയോളജിക്കൽ ഫൈൻഡിങ്സും ഒക്കെ വന്നാലും നമുക്ക് എന്തെങ്കിലും ഒരു ടൈറ്റർ വേണമെങ്കിൽ CA തന്നെ നോക്കുക. സൈറ്റോകെരാട്ടിൻ 19 ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്ന സൈഫ്ര 21-1 എന്ന് പറയുന്ന, ചില സിഫ്ര എന്ന് പറയും, സൈഫ്ര എന്ന് പറയും, 21-1 സൈറ്റോകെരാട്ടിൻ 19 ഫ്രാഗ്മെന്റ് ആണ്. അതുപോലെ നോൺ സ്മോൾ സെൽ കാർസിനോമ അതിക്ക് നമ്മൾ കൂടുതലും ഈ ടൈറ്ററാണ് ഉപയോഗിക്കുന്നത്. സ്മോൾ സെൽ ലങ് ക്യാൻസറിന് ന്യൂറോ സ്പെസിഫിക് എനോലൈസ് എന്ന് പറയുന്ന ടൈറ്ററാണ്. അതുപോലെ പ്രോഗ്യാസ്ട്രിക് റിലീസിങ് പെപ്റ്റിഡൈസ് എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലൂടെ കാര്യങ്ങൾ. ഇതിനൊന്നും ഒരു ട്യൂമർ മാർക്കറിന്റെ റോൾ റിഡക്റ്റേഴ്സ് ഹോമിയോപ്പതിയിൽ കാണാറില്ല. ചില കേസ് ആഴ്സൈഡൈഡ് 3C കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് തന്നെ ചില വ്യത്യാസങ്ങൾ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അതുപോലെ തന്നെ ടെസ്റ്റിക്കുലർ ക്യാൻസറിന് ആൽഫ ഫീറ്റോ പ്രോട്ടീൻ തന്നെയാണ് നോക്കേണ്ടത്. അതുപോലെ HCG ഹ്യൂമൻ കൊറയോണിക് ഗോണോഡോട്രോപിൻ. അതുപോലെ തന്നെ ബ്ലാഡർ ക്യാൻസറിന് നമുക്കൊക്കെ നിരവധി കിട്ടാറുണ്ട്. അത് കൂടുതലും അതിൻ്റെ ബ്ലാഡർ ട്യൂമർ ആന്റിജൻ ആണ് നോക്കേണ്ടത്, BTA. അത് പ്രോട്ടീൻ ബേസ്ഡ് യൂറിനറി മാർക്കറാണ്. ബ്ലാഡർ ട്യൂമർ ആന്റിജനെ കുറയ്ക്കാൻ നമ്മുടെ കൂട്ടത്തിലുള്ള മരുന്ന് എന്ന് പറഞ്ഞാൽ ടെറാക്സാക്കോ ആണ് ഫൈറ്റോകെമിക്കലായിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ ന്യൂക്ലിയർ മാട്രിക്സ് പ്രോട്ടീൻ എന്ന് പറയുന്ന ട്യൂമർ മാർക്കർ ഉപയോഗിക്കാറുണ്ട്. ബ്ലാഡർ ക്യാൻസർ വന്ന ടെറാക്സാക്കം കൊടുത്താൽ ബ്ലാഡർ ട്യൂമർ ആന്റിജൻ BTA റെഗുലേറ്റ് ചെയ്യുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ റീനൽ ട്യൂമർ മാർക്കർ പലപ്പോഴും കിഡ്നി ആയിട്ട് ബന്ധപ്പെട്ട ട്യൂമേഴ്സ് വരുമ്പോൾ CA നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ നമുക്ക് കിട്ടുമെങ്കിലും CA 125, CA 15-3, CA 19-9 എന്നീ ടെസ്റ്റുകളും കൂടെ നോക്കേണ്ടതായിട്ടുണ്ട്.
പലപ്പോഴും CK7 എന്ന് പറയുന്ന സൈറ്റോകെരാറ്റിൻ സി എന്ന് പറയുന്ന ടെസ്റ്റാണ് ജനറലായിട്ട് റീനൽ ട്യൂമർ മാർക്കറായിട്ട് ഉപയോഗിക്കുന്നത്. റീനൽ ട്യൂമർ മാർക്കറിന് ഏറ്റവും ഫലപ്രദമായ മരുന്ന് കാർസിനോസിൻ തന്നെയാണ്. കാർസിനോസിൻ ഒത്തിരി കൊടുത്തു കഴിഞ്ഞാൽ CK7 കുറയുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇത്രയാണ് ട്യൂമർ മാർക്കർ റിഡക്ടറായിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട് എൻ്റെ പ്രാക്ടീസിൽ ശ്രദ്ധയിൽപ്പെട്ട മരുന്നുകളെന്ന് എനിക്ക് ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പെസിഫിക് ഡ്രഗ് ഫൈറ്റോകെമിക്കൽ ആക്ഷനിൽ കൂടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ട്യൂമർ മാർക്കറിനെ ഒട്ടനവധി കുറയ്ക്കാൻ നമ്മുടെ പ്രാക്ടീസിന് സാധിക്കുന്നുണ്ട്. എന്നാലും ട്യൂമർ മാർക്കറിന്റെ ബേസിക്സിനെ ഏറ്റവും കൂടുതൽ കൺട്രോൾ വരുത്തുന്നത് നോസോഴ്സും കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകളുമാണ്. അതിന് വളരെയധികം വിജയസാധ്യതയും കണ്ടുവരാറുണ്ട് എന്നുള്ള ഒരു അനുമാനത്തിലാണ് ഞാൻ ഈ അവിടുത്തെ പ്രസന്റേഷൻ ചെയ്യുന്നത്. അടുത്ത സെഷനായിട്ട് നമുക്ക് ഡിസ്കഷനിലേക്ക് കടക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സജിമാൻ ഡോക്ടറെ വളരെ വിശദമായി തന്നെ ഡോക്ടർ ട്യൂമർ മാർക്കറുകളെ കുറിച്ചും നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്ത മെഡിസിൻ ഒക്കെ ഒരു ക്യാൻസർ കേസുകളിലും ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഇനി ഡോക്ടേഴ്സിന് എന്തെങ്കിലും ഡോക്ടറോട് സംശയം ചോദിക്കാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസുകളെ കുറിച്ചോ എന്തെങ്കിലും സംശയങ്ങളോ ഡോക്ടറോട് എന്തെങ്കിലും അഡീഷൻസോ അങ്ങനെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, പറയാനുണ്ടെങ്കിൽ പറയാം. അപ്പൊ ഓരോരുത്തരായിട്ടൊന്ന് ഹാൻഡ് റൈസ് ചെയ്ത് മുമ്പോട്ട് വന്നാൽ വളരെ നന്നായിരിക്കും. സർ, പ്ലീസ് എക്സ്പ്ലെയിൻ ട്രിപ്പിൾ നെഗറ്റീവ് ബ്രസ്റ്റ് ക്യാൻസർ. ഓക്കെ, ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ പിന്നെ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട ഹോർമോൺ ഡിപ്പെൻസ് ആയിരിക്കും ആ ക്യാൻസർ. ഇപ്പം കൂടുതലും കേരളത്തില് ഇന്ത്യയിൽ തന്നെ ബ്രസ്റ്റ് ക്യാൻസറുകളിൽ ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ ആണ് കൂടുതലും കണ്ടുവരുന്നത്. അത് പലപ്പോഴും നമ്മളൊരു ക്യാൻസർ ഓഫ് ബ്രസ്റ്റ് വന്നാൽ ട്യൂമർ എന്തായിരിക്കാം, നമ്മൾ ഇനിഷ്യലി നമ്മുടെ കയ്യിലാണ് ട്യൂമർ അല്ലെങ്കിൽ ഫൈബ്രോ അഡിനോമ ഓഫ് ബ്രസ്റ്റ് ആയിട്ട് രോഗി വന്നാൽ നമുക്കത് ബയോപ്സി FNAC വന്നു കഴിഞ്ഞാൽ നമ്മൾ നോക്കേണ്ടത് ട്രിപ്പിൾ നെഗറ്റീവ് ക്യാൻസർ ആണോ ബ്രസ്റ്റ് എന്ന് നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട്. അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ. അപ്പൊ അതിൻ്റെ അകത്ത് ടെസ്റ്റ് ഉപയോഗിക്കുന്ന പ്രൊജസ്ട്രോണും ER ഈസ്ട്രോജൻ, HER2 HER2 ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റെസിപ്റ്റർ 2, ഈ 3 ടെസ്റ്റും പോസിറ്റീവ് ആണെങ്കിൽ അല്ലെങ്കിൽ 3-ൽ 2 പോസിറ്റീവ് ആണെങ്കിൽ അത് ട്രിപ്പിൾ നെഗറ്റീവ് വെറൈറ്റിയിൽ വരുന്നു. അപ്പോൾ അത് ഹോർമോണിനെ ഡിപ്പെൻസ് ചെയ്താണ്. അപ്പൊ അതിന്റെ മാനേജ്മെന്റ് തന്നെ മാറുന്നു. നമ്മൾ വെറുതെ ഒരു ഫൈറ്റോലക്ക കൊടുത്താലൊന്നും അത് മാറില്ല. അതിന് പകരം കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകൾ, അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ഒരു ഫൈറ്റോലക്ക ഡീകാൻഡൻസിസ് പലപ്പോഴും ഈസ്ട്രോജനെ കൂട്ടാൻ സഹായിക്കുന്നുണ്ടോ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മൾ പല മരുന്നുകളും കൊടുക്കാൻ പാടുള്ളൂ. അപ്പൊ പലപ്പോഴും നമ്മുടെ ആ ട്രിപ്പിൾ നെഗറ്റീവ് കാറ്റഗറി വരുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡ്രഗുകൾ, സ്പെസിഫിക് റെമഡിയായ തൂജ, കൊണിയം എന്നിവയൊക്കെയാണ് ഫലവത്തായിട്ട് കണ്ടുവരുന്നത്. എന്നാലും എക്സ്ട്രീംലി നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അല്ല ഡോക്ടറെ, ഈ ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറഞ്ഞപ്പോ ആ വേടിയും നമുക്ക് എന്തെങ്കിലും നെഗറ്റീവായിട്ട് അവിടെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ അതായത് ഹോർമോണുമായിട്ട് വിധേയം അല്ലെങ്കിൽ ആ ക്യാൻസറിനെയാണ് ട്രിപ്പിൾ നെഗറ്റീവ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഈ പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ എന്നീ റെസിപ്റ്റേഴ്സ് പോസിറ്റീവ് ആണെങ്കിൽ ട്രിപ്പിൾ നെഗറ്റീവ് ആയിരിക്കുകയല്ല, ട്രിപ്പിൾ പോസിറ്റീവ്. ബാക്കി നമ്മൾ സർവ്വസാധാരണമായിട്ട് കണ്ടുവരുന്ന, അപ്പൊ അത് നമ്മൾ തരം തിരിച്ച് നോക്കേണ്ടതായിട്ട് വരുന്നു ഈ ക്യാൻസർ. അപ്പോഴും ബ്രസ്റ്റ് ക്യാൻസറിന്റെ മാനേജ്മെന്റ് ആകും. ഓക്കെ, ഓക്കെ ഡോക്ടറെ. ഇനി 1-2 പേര് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ആദ്യം സൂര്യ രാധാകൃഷ്ണൻ ഡോക്ടറാണ് ആദ്യം. ഡോക്ടറെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഹലോ, കേൾക്കാമോ? കേൾക്കാം. ഡോക്ടറെ, ഞാൻ ചോദിക്കുന്നത്, ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലേ PR, ER, HCR2
പോസിറ്റീവ്, 3 പോസിറ്റീവ് അല്ലാതെ HCR2 മാത്രം പോസിറ്റീവ് ആയിട്ട് വരുന്ന ബ്രസ്റ്റ് ക്യാൻസർ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യും? ഡോക്ടർ ഒന്നുകൂടെ പറഞ്ഞോളൂ. ഡോക്ടർ ഇപ്പൊ പറഞ്ഞില്ലേ, പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ആൻഡ് HCR2 അത് 3 പോസിറ്റീവ് ആവാതെ അതിൽ 2 പോസിറ്റീവ്, HCR2 മാത്രം പോസിറ്റീവ്, മറ്റു 2 നെഗറ്റീവ് ആണ്. ഞാൻ ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു കേസിൽ അങ്ങനെയാണ്. 43 വയസ്സുള്ള ലേഡി. ഓക്കെ, ഏതാണ് പോസിറ്റീവ്? പ്രൊജസ്ട്രോണോ? അല്ല, HCR2. HCR2 ഹ്യൂമൻ എപ്പിഡെർമൽ ഗ്രോത്ത് ഫാക്ടർ റിസപ്റ്റേഴ്സ് ആകുമ്പോൾ കൂടുതലും അത് ഈസ്ട്രോജൻ ഡിപ്പെൻസ് ക്യാൻസർ ആയിരിക്കും. ആ രോഗി നമ്മൾ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് നമ്മൾ ആദ്യം നോക്കണം. നേരത്തെ അവര് ഒരു കുഞ്ഞില്ലാത്തത് കൊണ്ട് 7-8 കൊല്ലം അലോപ്പതി മെഡിസിൻ പണ്ട് കഴിച്ചിരുന്നു, അത്രേ ഉള്ളൂ. ഇപ്പൊ 43 വയസ്സുണ്ട്. അപ്പൊ നമ്മുടെ മരുന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ ഡ്രഗ് കൊടുത്തേ അത് കൺട്രോൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അത് മെറ്റാസ്റ്റാറ്റിക് കാർസിനോമ ലെഫ്റ്റ് ബ്രസ്റ്റ് എന്നാണ് അവർ ഡയഗ്നോസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അവിടെ എന്ന് പറയുമ്പോൾ കൂടുതലും പിന്നെ റേഡിയോ ഡയഗ്നോസ്റ്റിക് ലെവലിൽ ഏത് സ്ഥലത്തേക്കാണ് പോയെന്ന് നോക്കിയിട്ടും കൂടെ കൂടുതലും പൾമിനറി മെറ്റാസിസ് ആയിരിക്കും വരാൻ സാധ്യത കൂടുതൽ. അത് കർട്ടുവിന് ഏറ്റവും കൂടുതൽ വരുന്ന മരുന്ന് ചിമാഫിലാംബുലേറ്റ് ആണെന്ന് ഞാൻ ഈ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. 30th പൊട്ടൻസി ട്രൈ ചെയ്യാം. ഓക്കെ ഡോക്ടർ, കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കാമല്ലോ അല്ലേ ഡോക്ടർ? കൊടുക്കാം, സ്റ്റേജ് തന്നെ. ഇപ്പൊ ഉള്ള കണ്ടീഷൻസ് ഫസ്റ്റ് കീമോ കഴിഞ്ഞു, ഇപ്പൊ 3 days ആയുള്ളൂ. പക്ഷെ ഭയങ്കര ഓക്കാനോ കോൺസ്റ്റിപ്പേഷനും. സിംറ്റമാറ്റിക് ആയിട്ട് തന്നെ കൊടുക്കാം. നേരത്തെ പല ക്ലാസ്സിലും സിംഫോറിക് കാർപ്പസ് തന്നെ കൊടുക്കാം ഓക്കാനത്തിന്. ശരി. കോൺസ്റ്റിപ്പേഷനും ഉണ്ട് ഡോക്ടർ? കോൺസ്റ്റിപ്പേഷൻ പലപ്പോഴും കൽക്കരിയ ഫ്ലോറേറ്റത്തിൽ ട്രൈ ചെയ്യാമല്ലോ. പക്ഷെ ഞാൻ ഇത് മെറ്റാസ്റ്റാറ്റിക് എന്ന് അറിഞ്ഞപ്പോ 1 മാസമായി ആയുള്ളൂ അറിഞ്ഞിട്ട്. അപ്പൊ ഞാൻ അബ്രോട്ടാനോ മലാൻഡ്രിനോ വീക്കിലി ഓരോ ഡോസ് കൊടുത്തോണ്ട് നല്ല സജഷൻ ആണ് അത്. ഇപ്പൊ പെറ്റ് സ്കാൻ എടുത്തപ്പോ മെറ്റാസ്റ്റാറ്റിക് കാർസിനോമ ആണെങ്കിലും എങ്ങോട്ടും മെറ്റാസ്റ്റാസിസ് ആയിട്ടില്ല. നമ്മൾ പറഞ്ഞ പോലെ തന്നെ അത് ഡിപ്പെൻസ്, നല്ല ഒരു റിസൾട്ട് അതിന് കിട്ടുന്നുണ്ട്. കോൺസ്റ്റിപ്പേഷൻ വരുമ്പോ ഒക്കേഷണലി ഓപ്പിയം കൊടുക്കാം. ലോ പൊട്ടൻസി ആണോ ഡോക്ടർ? ലോവർ പൊട്ടൻസി. സിംഫോറിക് കാർപ്പസ് എന്തിനാ ഡോക്ടർ പറഞ്ഞു ഇവിടെ? എന്താ ഡോക്ടർ? നോസിയ. താങ്ക് യു ഡോക്ടർ. ഓക്കെ സൂര്യ ഡോക്ടറെ. അടുത്തത് മനോജ് ഡോക്ടർ ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. ഡോക്ടറെ സംസാരിച്ചു. അല്ല, ഒരു കാര്യം അറിയിക്കേണ്ടത്, അതായത് നമ്മുടെ സജിമോൻ ഡോക്ടറുടെ അത്ഭുത പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറിച്ചിയിൽ പുതിയൊരു ബ്രാഞ്ച് തുടങ്ങിയിട്ടുണ്ട്. അത് ഏതുവരെ? ഇപ്പൊ 67 പേരുണ്ട്. ഇത്രയും പേര് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ്. എങ്ങനെ ഡോക്ടറെ കുറിച്ചിയിൽ ഒക്ടോബർ 26-നാണ് ഈ ക്യാൻസർ യൂണിറ്റ് പിന്നെ തുടങ്ങാൻ ബഹുമാനപ്പെട്ട ഡയറക്ടർ പിന്നെ അനുവാദം തന്നത്. അപ്പൊ ക്യാൻസർ യൂണിറ്റിന് ഏറ്റവും കൂടുതൽ ക്യാൻസർ യൂണിറ്റ് തുടങ്ങാൻ ഏറ്റവും കൂടുതൽ നല്ല ഒരു പ്രോത്സാഹനം തന്നത് കോട്ടയം ജില്ലാ ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മിനി മാഡമാണ്. മിനി മാഡത്തിൻ്റെ ഒരു വിഷൻ അതിനകത്ത് വലുതായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. കാരണം നമ്മൾ പിന്നെ പ്രതീക്ഷിച്ചതിലപ്പുറം ആയിരുന്നില്ല. കാരണം അതുപോലെ തന്നെ യൂണിറ്റ് യാഥാർത്ഥ്യമാക്കാൻ ഒരു നിർദ്ദേശം തരികയായിരുന്നു. അതനുസരിച്ച് ഏകദേശം ഇപ്പോൾ മാർച്ച് വരെ ഒരു പ്രതിദിനം 20 to 30 പേഷ്യൻസ് തന്നെ OPD വരുന്നുണ്ട്. ജനറലായിട്ടുള്ള എല്ലാ ക്യാൻസറുകളും നമ്മൾ അവിടെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഒരു മെത്തഡോളജി എന്ന് പറഞ്ഞാൽ കുറിച്ചി എന്ന് പറയുന്നത് ഒരു ഹോമിയോപ്പതി മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ കൂടാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയില്ല. കൊളീജിയേറ്റഡ് ഹോസ്പിറ്റലും കൂടാണ്. ഗവൺമെൻറ് കേരള ഹോസ്പിറ്റൽ ആണെങ്കിലും അത് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലും കൂടാണ്. അപ്പോൾ അതിന് ഹൗസ് സർജൻസിൻ്റെ ഒരു വലിയ ഒരു സ്വാധീനം അല്ലെങ്കിൽ ഹെൽപ്പ് അവിടെ കിട്ടുന്നുണ്ട് ഈ യൂണിറ്റിന്. അപ്പോൾ IP ആരംഭിച്ചിട്ടുണ്ട്. IP ഫെസിലിറ്റേറ്റ് ചെയ്ത് കോട്ടയം ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രിവെൻറ്റീവ് ഓൺകോളജി ലെവലിലാണ് ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അത് മിക്കവാറും സാങ്ഷൻ ആയിട്ടുണ്ട്. ഏപ്രിൽ തന്നെ അത് ഇംപ്ലിമെന്റ് ചെയ്ത് തുടങ്ങാം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ
ഇനിഷ്യലി 15 lakhs ഒരു പുതിയൊരു ഒരു നവീകരണം ഈ യൂണിറ്റ് നടത്താൻ ആഗ്രഹിക്കുന്നു. കാരണം എമർജൻസി ട്രയാഡുകൾ, ഒബ്സർവേഷൻസ്, അതുപോലെ ഒരു ഹൈലി ഇന്റലക്ച്വൽ ആയിട്ടുള്ള ഒരു റെപ്പർട്ടോറിയൽ അനാലിസിസ് വിങ്, പലപ്പോഴും പാതോളജിക്കലും സിമിലിയും എല്ലാം കൂടെ കോറിലേറ്റ് ചെയ്ത് പ്രത്യേക ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അപ്രോച്ചിലെ ക്യാൻസർ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ഒരു ഹൈ റിസ്ക് കേസ് വന്നാൽ അതെങ്ങനെ മാനേജ് ചെയ്യാനുള്ള ട്രയാഗ് 2 തരമായിട്ട് തരുന്നില്ല. എമർജൻസി ഉണ്ട്, അല്ലാതെ ഒബ്സർവേഷൻ ട്രയാഗും ഉണ്ട്. അപ്പൊ അതുകൂടാതെ തന്നെ നമ്മുടെ സപ്പോർട്ടീവ് മാനേജ്മെന്റ്സ്, പാരന്ററലായിട്ടുള്ള IV സൊല്യൂഷൻസ്, ഓക്സിജൻസ്, അതുപോലെ അങ്ങനെയുള്ള ന്യൂട്രിറ്റീവ് ആസ്പെക്ട്സ്, അതുപോലെ കൗൺസിലിങ്, രോഗികളും അതിൻ്റെ ബൈസ്റ്റാൻഡറും ആയിട്ടുള്ള സംവിധാനങ്ങൾ, പാലിയേറ്റീവ് കെയറുകൾ, ഇതെല്ലാം ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡിസ്ട്രിക്ട് തലത്തിലും മറ്റ് ഡിസ്ട്രിക്റ്റുകളിലുമായിട്ട് കൺവേ ചെയ്യാനുള്ള ഒരു ടെലിമെഡിസിൻ ഫെസിലിറ്റിക്കും കൂടെ പ്രപ്പോസൽ പോയിട്ടുണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു ജൂലൈ ഒക്കെ ആഗസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഈ ഫണ്ടിലുള്ള കൂടുതൽ അത് ഫുൾ ഫ്ലെഡ്ജ് ആകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, എന്തായാലും വളരെ അഭിനന്ദനങ്ങൾ. അത് ഇതേപ്പോ ചോദിച്ചത് വളരെ എനിക്കറിയാം, പക്ഷെ എന്നിരുന്നാലും നമ്മുടെ ഈ പ്രൊഫഷനിൽ നടക്കുന്ന കാര്യങ്ങള് കുറെ പേര് മരുന്ന് കൊടുക്കുന്നു, ചികിത്സിക്കുന്നുള്ള കഴിഞ്ഞിട്ട് യാതൊരു കാര്യം അറിയുന്നില്ല എന്നുള്ളതാണ്. അറിയാൻ താല്പര്യമില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും, മേ ബി അത് പാടില്ല. അപ്പൊ അതിനൊരു മാറ്റം വരുത്തുക എന്നുള്ളത് തന്നെയാണ് IFPHന്റെ തീരുമാനം. അത് തന്നെയാണ്. അപ്പൊ എത്ര ഫോഴ്സ്ഡ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കും എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ചോദിച്ചതും. ഒരു കാര്യം കൂടെ ചെയ്യണം, ഈ ഇതിനുള്ള സീനിയർ ഹൗസൻസ് നമുക്കില്ല, പക്ഷേ താല്പര്യമുള്ളവരെ അവിടെ മേലധികാരിയുടെ അനുവാദത്തോടു കൂടി ഒരു 6 മാസമോ 1 വർഷമോ ഡോക്ടറെ കൂടെ നിൽക്കാൻ സഹായിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല മാൻ പവർ ഉണ്ടാവും, ഒരു നല്ല ജനറേഷൻ ഒക്കെ വാർത്തെടുക്കാനും കഴിയും, ഒരുപാട് ഗുണമുണ്ടാവും. അഭിനന്ദനങ്ങൾ. നല്ലൊരു ഐഡിയ ഡോക്ടർ. ഭാവിയിൽ നമുക്ക് എല്ലാ ജില്ലയിലും വരണം. ഓക്കെ ഡോക്ടർ അത് മനസ്സിൽ വെച്ചോണം. അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അതാണ് നമ്മുടെ എയിം. ഡോക്ടറെ ഒരു സംശയം കൂടെ, ഇപ്പൊ അവിടെ വരുന്ന കേസുകൾ ഫ്രഷ് കേസാണോ അതേ ഈ അലോപ്പതി ട്രീറ്റ്മെന്റിന് ശേഷം വരുന്നവരാണോ കൂടുതലും? കൂടുതലും ഫ്രഷ് കേസും വരുന്നുണ്ട്. നമ്മളത് മസ്റ്റായിട്ട് നമ്മുടെ ആശുപത്രികളിൽ റേഡിയോ ഡയഗ്നോസിസ് നമ്മൾ പുറത്തേക്ക് വിടും. ബാക്കി ട്യൂമർ മാർക്കറുകൾ എല്ലാ ലബോറട്ടറി ഫെസിലിറ്റി അവിടെ ഉണ്ട്. കൂടാതെ നമ്മുടെ ആശുപത്രിയുടെ സിറോളജിക്കൽ ലാബ് കൂടാതെ തന്നെ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ട ട്യൂമർ മാർക്കറുമായിട്ട് അതിന് ലാബ് അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ച് നമ്മളൊരു പ്രിലിമിനറി അസസ്മെന്റിൽ കൃത്യമായിട്ട് തന്നെ ഈ കേസ് എടുത്തിട്ട് അതിനെ തരംതിരിച്ച് സർജിക്കൽ ഇന്റർവെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്യുക തന്നെ ചെയ്യുക. ആദ്യം അതൊരു കോറിലേറ്റഡ് ആയിട്ട് തന്നെ നമുക്ക് സർജറി ഒഴിവാക്കിക്കൊണ്ടുള്ള കേസുകൾ നമ്മളവിടെ കൈകാര്യം ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പലപ്പോഴും രോഗിയുടെ ഇൻട്രസ്റ്റ്, പേഷ്യന്റിന്റെ ഇൻട്രസ്റ്റ്, അതിന്റെ ബൈസ്റ്റാൻഡർ ഇൻട്രസ്റ്റ് എല്ലാം നമ്മളത് കണക്കിലെടുത്താണ് അതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അല്ലാതെ ബേസിക്കലി നമ്മൾ നിർബന്ധിച്ച ഒരിക്കലും അങ്ങനെ എടുക്കാൻ പറ്റില്ല. അപ്പൊ ആ ലെവലിൽ തന്നെ പ്രോട്ടോകോളിൽ പോയിട്ട് പോലും പേഷ്യൻസിനെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ വിടാറുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പാലിയേറ്റീവ് ലെവലിൽ ഒത്തിരി കാര്യങ്ങൾ ഇപ്പൊ തന്നെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഓക്കെ ഡോക്ടറെ, വളരെ നല്ല കാര്യം കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഡോക്ടർ ഡിസീസ് ബേസ്ഡ് ആയിട്ട് ഒരു പ്രോട്ടോകോൾസ് കാണുമായിരിക്കും ഡോക്ടറെ? ഡോക്ടറെ സമയമില്ല, സൂര്യ ഡോക്ടറെ, സമയം പ്രോട്ടോകോള് നമ്മൾ പ്രിപ്പയർ ചെയ്യും. ബഹുമാനപ്പെട്ട ഡയറക്ടർ മുമ്പാകെ അത് സമർപ്പിക്കും. ആ സമയത്ത് നമുക്കത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുമെന്ന് വിചാരിക്കാം. ഓക്കെ. ജയലളിത ഡോക്ടർ എന്തോ ഒരു സംശയം ചാറ്റ് ബോക്സിൽ ഇട്ടായിരുന്നു. അത് പിന്നെ അപ്പോഴും മനസ്സിലിരുന്നെങ്കിൽ ഇത്ര സമയം കഴിഞ്ഞപ്പോൾ അതങ്ങ് പോയി. ജയലളിത ഡോക്ടറെ ക്ഷണിക്കുകയാണ്. നമ്മുടെ സജിമാൻ ഡോക്ടർ വളരെ നല്ലൊരു ക്ലാസ് ആണ്, നമുക്ക് ഒരുപാട് അറിവുകളാണ് പങ്കുവച്ചത്. ആ സംശയം ചോദിച്ച് ഡോക്ടർക്കുള്ള നന്ദി രേഖപ്പെടുത്താം. ജയലളിത ഡോക്ടർ ഇച്ചിങ് ആഫ്റ്റർ കീമോതെറാപ്പിയാണ് സംശയം. മെഡിസിൻ കീമോതെറാപ്പിക്ക് ശേഷമുള്ള ഇച്ചിങ്ങിന് എന്ത് മെഡിസിൻ കൊടുക്കാം? ഇച്ചിങ്ങിന് കീമോതെറാപ്പിക്ക് ശേഷം ഏറ്റവും നല്ല മരുന്ന് സൾഫർ തന്നെയാണ്. സൾഫർ തെറാപ്പി
ഏത് ഇച്ചിങ് ആയാലും സൾഫറിനപ്പുറം പിന്നൊന്ന് അതുപോലെ ഇല്ല. പറ്റില്ല. ഓക്കെ. അതെ. അപ്പൊ ഇനി എന്നാ ഡോക്ടർക്ക് നന്ദി പറയുന്നതിന് വേണ്ടി ഞാൻ മനോജ് ഡോക്ടറെ ക്ഷണിക്കുക. നന്ദി ഡോക്ടറെ. ഇവരെല്ലാം ശരിക്കും വിഗ്രഹങ്ങൾ, അതായത് എല്ലാം തന്നെത്താൻ സ്വയംഭൂവായിട്ട് ഉണ്ടായി വരുമെന്ന് പറയും. മറ്റ് പ്രൊഫഷണലിൽ അവർ നല്ലൊരു കോളേജിൽ പഠിച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വളർന്നു. ഹോമിയോപ്പതി പ്രത്യേകത വെച്ചാൽ ഇതിനകത്തുണ്ടായ ഓരോ വ്യക്തികളും അങ്ങനെ വളർന്നു വന്നവരാണ്. അപ്പൊ തീർച്ചയായിട്ടും അവരെ സപ്പോർട്ട് ചെയ്ത് വളർത്തുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മൾ പരാജയപ്പെടും. കാരണം ഇവരെ പോലുള്ള പ്രതിഭകളാണ്, അത് വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. സജിമോൻ ഡോക്ടർക്ക് IFPHന്റെ പേരിൽ ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുന്നു. ഓക്കെ, നന്ദി മനോജ് ഡോക്ടറെ. എന്തായാലും ദൈവം എന്താണ് ഹോമിയോപ്പതിയിലെ ക്യാൻസർ വിദഗ്ധനായിട്ടാണ് സജിമോൻ ഡോക്ടറെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ തന്നെ വന്നത്. ഡോക്ടർക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാവിധ ആശംസകളും നേരുന്നു. ഒപ്പം ഇന്ന് ഈ ക്ലാസ്സിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, നന്ദിയും ശുഭരാത്രിയും നേർന്നുകൊണ്ട് ഈ സെഷൻ അവസാനിക്കും.